അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിന്റെ തെരുവുകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഇവിടെ വന്നിറങ്ങിയിട്ട് 1 മണിക്കൂർ പോലുമായിട്ടില്ല. ഉച്ചയ്ക്ക് 2:30 എയർപോർട്ടിലെത്തിയത്. 4 മണിയായപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. 5:30 ഹോട്ടലിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗുകൾ മുറിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ നേരം 6 മണിയായിട്ടുണ്ട്. എങ്കിലും വെയിൽ അസ്തമിച്ചിട്ടില്ല. ആഡം സ്ട്രീറ്റ് എന്ന ഷിക്കാഗോ ഡൗൺടൗണിലെ പ്രശസ്തമായ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഞാൻ. സ്ട്രീറ്റിന്റെ ഇരുവശവും ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളാണ് കാഴ്ച. കെട്ടിടങ്ങളില്ലാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഗ്രാനൈറ്റ് വിരിച്ച തുറസായ ചത്തുരങ്ങളാണ്. കാൾഡേഴ്സ് ഫ്ലെമിംഗോ എന്ന ശില്പമാണത്. നേർരേഖയായി നീണ്ടുപോകുന്ന സ്ട്രീറ്റുകളും അവന്യൂകളും. അമേരിക്കൻ നഗരങ്ങളിലെല്ലാം ഇതൊരു കാഴ്ച തന്നെയാണ്. വെള്ളിയാഴ്ചയുടെ വൈകുന്നേരമായതിനാൽ ധാരാളം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഷോപ്പിംഗിനിറങ്ങിയവർ, ഡിന്നറിനു വേണ്ടി റെസ്റ്റോറന്റിലേക്ക് പോകുന്നവർ, നഗരം കാണാൻ വന്ന ടൂറിസ്റ്റുകൾ എന്നിവരെല്ലാം ഇതിലുണ്ട്. അത്തരക്കാരെയെല്ലാം ബെർഹോഫ് എന്നൊക്കെ പേരുള്ള ധാരാളം റെസ്റ്റോറന്റുകൾ കാത്തിരിപ്പുണ്ട്. സായന്തനം ആഘോഷമാക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറന്റുകളാണ്. കോണ്ടിനെന്റൽ വിഭവങ്ങൾക്ക് പുറമെ റഷ്യൻ, ചൈനീസ്, മെക്സിക്കൻ തുടങ്ങി രുചിയുടെ ലോകവൈവിധ്യം ഇവിടങ്ങളിൽ നിന്ന് അനുഭവിക്കാം. ശരിക്കും ഒരു സാംസ്കാരിക നഗരമാണ് ഷിക്കാഗോ. 100 വർഷം മുൻപ് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിരുന്ന ഒരു നഗരം. സഞ്ചാരികളുടെ ആ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നു. പലതരം കൾച്ചറൽ ഇവന്റുകൾ അരങ്ങേറുന്ന നഗരം. പ്രശസ്തമായ മ്യൂസിക് ബാൻഡുകളും ഡാൻസ്, ഡ്രാമ തിയേറ്ററുകളും ഇവിടെയുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ കാലത്തുതന്നെ ഷിക്കാഗോ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ചിലയിടത്ത് തെരുവിന് മുകളിലേക്ക് കോണിപ്പടികളും പ്ലാറ്റ്ഫോമും കാണാം. 1.25 നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഷിക്കാഗോ മെട്രോയുടെ സ്റ്റേഷനാണിത്. കൊച്ചി മെട്രോ പോലെ തന്നെ തൂണുകൾക്ക് മുകളിലൂടെയാണ് മെട്രോ ലൈൻ. ഇവിടെ ഉരുക്കുതൂണുകളാണെന്ന വ്യത്യാസം മാത്രം. ഷിക്കാഗോ എൽ എന്നാണ് ഈ മെട്രോ സംവിധാനം അറിയപ്പെടുന്നത്. 1892 മുതൽ ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നോർക്കണം. ഇത് ആഡംസ് വാബാഷ് മെട്രോ സ്റ്റേഷനാണ്. 1896 നിർമ്മിതമായ സ്റ്റേഷൻ. ആഡംസ് വാബാഷ് സ്റ്റേഷൻ പിന്നിട്ട് നടക്കുമ്പോൾ ആഡം സ്ട്രീറ്റ് ഇവിടെ അവസാനിക്കുകയാണെന്ന് മനസ്സിലായി. ദ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ എന്ന സ്ഥാപനത്തിനു മുന്നിൽ വരെയാണ് തെരുവ് എത്തി നിൽക്കുന്നത്. പ്രശസ്തമായ ഒരു സ്ഥാപനം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ ആർട്ട് മ്യൂസിയങ്ങളിലൊന്നാണിത്. 1879 ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ സ്ഥാപിതമായത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ആർട്ട് ഹിസ്റ്ററി ആൻഡ് ആർക്കിടെക്ചർ ലൈബ്രറികളിലൊന്ന് പ്രവർത്തിക്കുന്നതും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 1893 നടന്ന ഷിക്കാഗോ വേൾഡ് ഫെയറിനായി നിർമ്മിച്ച മന്ദിരത്തിലാണ് ആ വർഷം മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മുതലങ്ങോട്ട് ഉദ്യാനങ്ങൾ തുടങ്ങുകയാണ്. ഉദ്യാനങ്ങളുടെ കൂടി നഗരമാണ് ഷിക്കാഗോ. ഗ്രാൻഡ് പാർക്ക്, ലിങ്കൺ പാർക്ക്, വാഷിംഗ്ടൺ പാർക്ക്, മിലനിയം പാർക്ക് എന്നിങ്ങനെ നിരവധി ഉദ്യാനങ്ങൾ ഈ നഗരത്തിലുണ്ട്. നാട്ടുകാരും വിദേശികളുമായ സുന്ദരികളും സുന്ദരന്മാരും. ഈ പ്രദേശം നഗരത്തിന്റെ തന്നെ കിഴക്കേ അതിരാണെന്ന് പറയാം. ഇവിടുത്തെ ഉദ്യാനം കഴിയുന്നതോടെ മിഷിഗൻ ജലാശയം തുടങ്ങുകയായി. ഡബിൾ ഡക്കർ ബസ്സുകൾ പാതയിലെങ്ങും കാണാം. ഷിക്കാഗോ പോലുള്ള ഒരു വലിയ നഗരത്തിൽ ടൂറിസ്റ്റുകൾക്ക് കാഴ്ചകളിൽ നിന്നും കാഴ്ചകളിലേക്ക് പോകാൻ ഡബിൾ ഡക്കർ ബസ്സുകൾ തന്നെയാണ് ഏറ്റവും സൗകര്യപ്രദം. ഡബിൾ ഡക്കർ മാത്രമല്ല, ഇത്തരം ട്രോളി ബസ്സുകളുമുണ്ട്. ട്രോളിക്കും ഡബിൾ ഡക്കറിനും കൂടി ഒറ്റ പാസ് എടുക്കുകയും ചെയ്യാം. സിറ്റി ബസ്സുകളാണ് ഈ കടന്നു പോകുന്നത്. ഇതിൽ ഏത് സംവിധാനത്തെയും ടൂറിസ്റ്റുകൾക്ക് ഉപയോഗപ്പെടുത്താം. മാഗി ഡാലി പാർക്ക് എന്നറിയപ്പെടുന്ന ഉദ്യാനവും പിന്നിട്ട് ഞാൻ നടത്തം തുടരുകയാണ്. 1800കളുടെ അവസാനം ചരിത്രത്തിൽ ഗ്രേറ്റ് ഷിക്കാഗോ ഫയർ എന്നറിയപ്പെടുന്ന ഭീകരമായ തീപിടുത്തത്തിനു ശേഷം നികത്തിയെടുത്ത ഭാഗങ്ങളാണ് ഇതെല്ലാം. ലേക്ക് ഷോർ ഡ്രൈവ് എന്നറിയപ്പെടുന്ന പാതയാണിത്. ലേക്ക് ഷോർ ഡ്രൈവ് മുറിച്ചുകടന്ന് മിഷിഗൻ തടാകക്കരയിലേക്കാണ് എന്റെ നടത്തം.
പലയിടത്തും സൈക്കിളുകൾ വാടകയ്ക്ക് ലഭിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ തടാകക്കരയിലെ ലേക്ക് ഫ്രണ്ട് ട്രെയിൽ എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. തടാകക്കരയിലൂടെയുള്ള സുന്ദരമായ ഒരു നടപ്പാത. ഇവിടെ മിഷിഗൺ തടാകം ആരംഭിക്കുകയായി. തീരത്തോട് ചേർന്ന് നിരവധി സെയിൽ ബോട്ടുകൾ നിരന്നു കിടക്കുന്നു. നൂറുകണക്കിന് ബോട്ടുകൾ. അതിലെല്ലാം മനുഷ്യ സാന്നിധ്യവുമുണ്ട്. ചിലതിൽ പാർട്ടികൾ നടക്കുന്നു. വെള്ളിയാഴ്ചയുടെ സായന്തനത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന കൂട്ടുകാർ. മിക്ക ബോട്ടുകളിലും ഇന്ന് രാത്രിയിൽ ആളുകൾ താമസിക്കുന്നുമുണ്ടാവും. പായ്മരങ്ങൾ ഉയർന്നു നിൽക്കുന്ന സുന്ദരൻ ബോട്ടുകൾ. ഇതെല്ലാം ഷിക്കാഗോക്കാരുടെ ബോട്ടുകളാണെന്ന് ധരിക്കരുത്. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്ന് പോലും എത്തിയ സെയിൽ ബോട്ടുകളാണ്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ നാളെ വലിയൊരു മത്സരം നടക്കാൻ പോവുകയാണ്. റേസ് ടു മക്കിനാക്ക് എന്ന പേരിൽ പ്രശസ്തമായ മത്സരം. നാളെ ആരംഭിച്ച് മറ്റന്നാൾ അവസാനിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനായി 300-ലേറെ ബോട്ടുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മിഷിഗൺ തടാകത്തിന്റെ മറുകരയിലുള്ള ഒരു പട്ടണമാണ് മക്കിനാക്ക്. ഷിക്കാഗോയിലേക്ക് വരും വഴി വിമാനത്തിലിരുന്ന് ഞാൻ ആ പട്ടണം കണ്ടിരുന്നു. ഇവിടെ നിന്നും 289 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ചു വേണം ബോട്ടുകൾ മക്കിനാക്ക് തീരത്തെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ. അതായത് 536 കിലോമീറ്റർ സഞ്ചരിക്കണം. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള വാർഷിക സെയിൽ ബോട്ട് റേസാണ് റേസ് ടു മക്കിനാക്ക്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി എല്ലാവിധ സജ്ജീകരണങ്ങളുമായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വന്നു ചേർന്നിരിക്കുന്ന ബോട്ടുകൾ. സെയിലിംഗ് ഹരമാക്കിയ ലോകമെങ്ങുമുള്ള സാഹസികർക്ക് സുപരിചിതമാണ് റേസ് ടു മക്കിനാക്ക്. പല രാജ്യങ്ങളുടെ കൊടിക്കൂറകളുമായി നിരന്നു കിടക്കുന്ന സെയിൽ ബോട്ടുകൾ. ഒരു സംഘം ആളുകൾ ഇവിടെയുണ്ട്. സെയിലർമാരാണ്. ഇവർക്കിത് മത്സര തലേന്നത്തെ വിശ്രമവേള. ഇവിടം കൊണ്ട് നഗരം അവസാനിക്കുകയാണ്. ആ ഭാഗം മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. അമേരിക്കൻ മികവ്. ഞാൻ വീണ്ടും തടാക തീരത്തുകൂടി നടന്നു. നിരവധി ബോട്ടുകൾ. അതിലെല്ലാം സെയിലർമാർ. നാളെ ഇവരാണ് കാറ്റിന്റെ ഗതിക്കൊത്ത് ബോട്ടിനെ നിയന്ത്രിച്ച് മക്കിനാക്കിലെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അതിനെ നയിക്കുക. ഇതാണ് മിഷിഗൺ തടാകത്തിൽ ഷിക്കാഗോ ഭാഗത്തെ മെറീന. കടൽ പോലെ പരന്നു കിടക്കുകയാണ് തടാകം. നോർത്ത് അമേരിക്കയിലെ മഹാതടാകങ്ങളിലൊന്നാണിത്. അതിന്റെ ഒരു ഭാഗം വേർതിരിച്ച് മറീനയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളം കടലിന്റെയും ജലാശയങ്ങളുടെയും നാടാണെങ്കിലും ബോട്ടിംഗ് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടില്ല. 19-ാം നൂറ്റാണ്ട് മുതൽ കണ്ടുവരുന്ന തരം മരബോട്ടുകളെ ഇപ്പോഴും നമ്മുടെ ജലാശയങ്ങളിലുള്ളൂ. ഇത്തരത്തിലുള്ള ആഡംബര യോട്ടുകളും സ്പീഡ് ബോട്ടുകളുമൊന്നും കേരളത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ കണ്ടിട്ടുപോലുമില്ലെന്ന് പറയാം. സിംഗിൾ ഹള്ളും ഡബിൾ ഹള്ളും ട്രിപ്പിൾ ഹള്ളുമുള്ള ബോട്ടുകളുണ്ട്. ഇത് വലിയൊരു ലോകമാണ്. സെയിൽ ബോട്ടുകളുടെ ലോകം. ഇവിടുത്തെ ജീവിതതാളം തന്നെ മറ്റൊന്നാണ്. ഇവിടെ കാണുന്നവയിൽ കറ്റമരനുകളുണ്ട്. ഇക്കാണുന്നത് 3 ഹള്ളുള്ള ഒരു കറ്റമരനാണ്. ഏറാറ്റെ എന്നാണ് ഇതിനു പേര്. 2015-ലാണ് ഈ സവിശേഷ നൗക ഫ്രാൻസിൽ നിന്ന് വടക്കേ അമേരിക്കയുടെ മഹാതടാകത്തിലേക്ക് എത്തിയത്. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ഒരു ട്രൈമരൻ. മണിക്കൂറിൽ 40 നോട്ടിക്കൽ മൈൽ വരെ വേഗതയിൽ പോകാൻ കഴിവുള്ള കറ്റമരനാണ് ഏറാറ്റെ. സാധാരണ സെയിൽ ബോട്ടുകളിൽ ആഡംബരമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഏറാറ്റയിൽ പരിമിതമായ സൗകര്യങ്ങളേയുള്ളൂ. സുരക്ഷിതത്വവും സ്പീഡുമാണ് ഇതിന്റെ സവിശേഷതകൾ. അത്യാധുനികമായ ഒരു നാവിഗേഷൻ സ്റ്റേഷനും ഇതിലുണ്ട്. 60 അടിയാണ് ഏറാറ്റയുടെ നീളം. വീതിയാകട്ടെ 62 അടിയും. സെയിൽ ബോട്ടുകൾ തീരത്തോട് മാത്രമല്ല അടുത്തു കിടക്കുന്നത്. തടാകത്തിൽ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് ഏറാറ്റയും മറ്റും വിശ്രമിക്കുന്നത്. ഫ്രാൻസാണ് ഈ ബോട്ടിന്റെ ജന്മദേശം.
ഇതിന്റെ നടുവിലുള്ള ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത്. സെയിൽ ബോട്ട് റേസിൽ പ്രഗത്ഭരായ 8 പേർ ചേർന്നാണ് മത്സരയോട്ടത്തിൽ ഏറാറ്റയെ നിയന്ത്രിക്കുക. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ 3 ഹള്ളുള്ള വേറെയും കറ്റമരനുകൾ കാണാം. ഏറാറ്റയുടെ അത്ര വലിപ്പമില്ലാത്ത ജലവാഹനങ്ങൾ. കറ്റമരൻ എന്ന വാക്കിന്റെ ഉത്ഭവകേന്ദ്രം ഇന്ത്യയാണ്. 17-ാം നൂറ്റാണ്ട് വരെയും പടിഞ്ഞാറൻ ലോകത്തിന് പരിചിതമല്ലായിരുന്നു 2 ഹള്ളുള്ള ജലവാഹനങ്ങൾ. എന്നാൽ 5-ാം നൂറ്റാണ്ടിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ തമിഴ് ജനത ഇത്തരം നൗകകൾ ഉപയോഗിച്ചിരുന്നു. അവർ അതിനെ കട്ടമരം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 1697-ൽ ബംഗാൾ ഉൾക്കടലിലൂടെ കടന്നുപോയ വില്യം ഡാംപെയർ എന്ന ഇംഗ്ലീഷ് നാവികനാണ് തമിഴർ കട്ടമരം എന്ന പേരിൽ സവിശേഷമായ ഒരു ജലവാഹനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ലോകത്തിന് അറിവ് നൽകിയത്. നാളത്തെ മത്സരയാത്രയ്ക്ക് മുന്നോടിയായി ബോട്ടിൽ ഒരുക്കങ്ങൾ നടത്തുന്നു ചിലർ. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം റേസ് ബോട്ടിലെ ക്രൂ അംഗങ്ങളാണ്. ഒരു മത്സര ബോട്ടിൽ 10 വരെ സെയിലർമാരാവാം എന്നതാണ് നിയമം. എങ്കിലും മിക്ക ബോട്ടിലും 8 പേരാണ് പതിവ്. തലേദിവസം തന്നെ കൃത്യതയും ബോട്ടിന്റെ പ്രവർത്തനക്ഷമതയും ഉറപ്പുവരുത്തുകയാണിവർ. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ് ഈ ഓരോ ബോട്ടുകളും. സെയിൽ ബോട്ടുകൾ കാറ്റിന്റെ ശക്തിയും ഗതിയും അനുസരിച്ച് നീങ്ങുന്നു. കാറ്റിനനുസരിച്ച് പായ നിയന്ത്രിച്ച് ഇത്തരം ബോട്ടുകൾ കൃത്യതയോടെ പായിക്കാൻ ഒട്ടൊരു വൈദഗ്ധ്യം ആവശ്യവുമാണ്. തടാകക്കരയിൽ അക്കാണുന്നത് ഷിക്കാഗോയുടെ മ്യൂസിയം കോംപ്ലക്സ് ആണ്. അടുത്ത ദിവസം അവിടെയൊക്കെ സന്ദർശിക്കാനാണ് എന്റെ തീരുമാനം. നാളെ മക്കിനാക് പട്ടണം ലക്ഷ്യമാക്കി കുതിക്കാൻ ഒരുങ്ങിക്കിടക്കുകയാണ് സെയിൽ ബോട്ടുകൾ. ഷിക്കാഗോ യോട്ട് ക്ലബ്ബാണ് റേസ് ടു മക്കിനാക് മത്സരം സംഘടിപ്പിക്കുന്നത്. അക്കാണുന്നതാണ് ഷിക്കാഗോ യോട്ട് ക്ലബിന്റെ ഓഫീസ്. 108-ാമത് വർഷത്തെ മത്സരമാണ് നാളെ നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 1898-ലായിരുന്നു റേസ് ടു മക്കിനാക്കിന്റെ ആദ്യ മത്സരം. അന്ന് 5 ബോട്ടുകളാണ് പങ്കെടുത്തത്. ഇന്നാകട്ടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ബോട്ടുകളുടെ എണ്ണം 300-ലേറെ ആയിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ബോട്ടുകളെല്ലാം തന്നെ ഫിനിഷിംഗ് പോയിന്റ് തൊടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. റേസ് ടു മക്കിനാക്കിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് തന്നെ സെയിലർമാർക്ക് ഒരഭിമാനമാണ്. ഒരു ചെറു വീട്ടിലുള്ളയത്ര സൗകര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഓരോ സെയിൽ ബോട്ടിലും. ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ് തുടങ്ങി എല്ലാം. അതെല്ലാം ബോട്ടിന്റെ വലിപ്പത്തിലേക്കും ആകൃതിയിലേക്കും ഒതുക്കിയിരിക്കുന്നു എന്ന് മാത്രം. ഈ വരുന്നതാകട്ടെ സെയിൽ ബോട്ടല്ല, ഇന്ധനം കത്തിച്ച് യന്ത്രസഹായത്താൽ നീങ്ങുന്ന ഉല്ലാസ ബോട്ട്. ഇതിനുള്ളിൽ കോൺഫറൻസ് ഹാൾ, ബാർ, റെസ്റ്റോറന്റ്, പാർട്ടി ഡെക്ക്, നൃത്തശാല എന്നിവയെല്ലാം ഉണ്ടാവും. 1-2 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് സംഘത്തിന് ഏതാനും ദിവസങ്ങൾ തന്നെ ജലാശയത്തിൽ വസിക്കാനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ബോട്ട്. പാൻറ്റൂൺ എന്ന ഒരു തരം ബോട്ടാണ് ഇത്. അലൂമിനിയം ട്യൂബുകളിൽ വായു നിറച്ച 3 ഹള്ളുള്ള ബോട്ട്. പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഉല്ലാസയാത്രികരുടെ ഒരു സംഘം. ഇതാണ് ശരിക്കുമുള്ള സെയിൽ ബോട്ട്. കാഴ്ചയിൽ ചെറിയൊരു ബോട്ട്, പക്ഷേ ഇതിലും വിശാലവും സൗകര്യപ്രദവുമായ സജ്ജീകരണങ്ങളുണ്ട്. മറ്റൊരു ബോട്ടിലും ആഘോഷത്തിന്റെ സായന്തനം. നാളത്തെ മത്സരത്തിന് മുൻപുള്ള ആഘോഷവേളയാണ് ഇവർക്കെല്ലാം ഇത്. മത്സരത്തിൽ വിജയിക്കുമോ എന്നതൊന്നും പ്രശ്നമല്ല. റേസിൽ പങ്കെടുക്കാനെത്തുന്ന നിമിഷം മുതൽ ഇവരെല്ലാം ആഘോഷത്തിന്റെ ഒരു ലോകത്താണ്.
പലതരം ബോട്ടുകൾ. ഇവയെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നത് തന്നെ ആവേശകരമായ ഒരു കാര്യമാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടുകൂടിയാവാം മറീനയിൽ കിടക്കുന്ന എല്ലാ ബോട്ടുകളിലും ആളുണ്ട്. ആകെ ഒരു ആഘോഷത്തിമിർപ്പ്. മറീനയാകെ തന്നെ സജീവമാണ്. കരയിലൂടെ ഓടിക്കുന്ന വാഹനങ്ങളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകം. തടാകമധ്യത്തിലേക്കോ കടലിലേക്കോ പോകുന്ന സെയിലേഴ്സിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടാവും. വലിയൊരു സംഘം തന്നെയാണ് ഇത്തരം ബോട്ടുകളിൽ പലപ്പോഴും പുറംകടലിലേക്ക് പോവുക. സെയിൽ ബോട്ടുകളിൽ വിവിധ രാജ്യങ്ങളുടെ തീരത്തുകൂടി ചുറ്റി സഞ്ചരിക്കുന്നവരുമുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നും ഞാൻ വീണ്ടും തീരത്തേക്കെത്തി. നഗരത്തിന്റെ അതിരിനപ്പുറം സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. തിരികെ പട്ടണത്തിന്റെ മറ്റു കാഴ്ചകളിലേക്ക് നടക്കുകയാണ് ഞാൻ. ഏതാണ്ട് 24 മണിക്കൂർ മുമ്പ് തുടങ്ങിയ യാത്രയാണ്. അതിൻ്റെ കടുത്ത ക്ഷീണമുണ്ട്. എങ്കിലും ഈ കാഴ്ചകളൊന്നും ഉപേക്ഷിക്കാനാവില്ലല്ലോ. നാളെ വൈകിട്ട് വന്നാൽ ഈ ബോട്ടുകളൊന്നും ഇവിടെ ഉണ്ടാകണമെന്നുമില്ല. 45 മുതൽ 55 വരെ മണിക്കൂറുകൾ എടുക്കുന്നതാണ് റേസ് ടു മക്കിനാക് മത്സരം. തടാകതീരത്ത് ഷിക്കാഗോ നഗരത്തിന്റെ സ്കൈലൈനേഴ്സ്. ഇവിടെ പ്രത്യേക രീതിയിലുള്ള ഒരു കെട്ടിടമുണ്ട്. നേരത്തെ കണ്ട ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മോഡേൺ വിംഗ് എൻട്രൻസ് ആണത്. ഡബിൾ ഡെക്കർ ബസ്സുകൾ നൈറ്റ് ടൂർ തുടങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയേ ഉള്ളൂ നഗരത്തിൽ പകൽ ടൂർ. 6 മണി മുതൽ രാത്രി 9 മണി വരെ നൈറ്റ് ടൂർ നടത്തുന്നു. വേനൽക്കാലത്ത് മാത്രമുള്ള പരിപാടിയാണിത്. ടൂർ ഗൈഡ് മൈക്കിലൂടെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതായാലും നാളെ അത്തരമൊരു ബസ്സിനെ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. നടന്നെത്തിയിരിക്കുന്നത് മിഷിഗൻ അവന്യൂ എന്ന പ്രശസ്തമായ തെരുവിലേക്കാണ്. മിഷിഗൻ അവന്യൂവാണ് ഷിക്കാഗോയിലെ ഷോപ്പിംഗിന്റെ കേന്ദ്രസ്ഥാനം. കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുന്ന തെരുവ്. മിഷിഗൻ അവന്യൂവിന്റെ തെക്കുഭാഗത്തുകൂടിയാണ് ഞാൻ നടക്കുന്നത്. ഇതിന്റെ വടക്കുഭാഗമാണ് കൂടുതൽ സജീവമായുള്ളത്. ഷിക്കാഗോയുടെ എല്ലാ തെരുവുകളും എപ്പോഴും സജീവമാണെങ്കിലും മിഷിഗൻ അവന്യൂ അതിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്നു. ഇതിന്റെ ഓരങ്ങളിൽ ഏറ്റവും ആഡംബരത്വമാർന്ന റെസ്റ്റോറന്റുകളും ഗംഭീര ഹോട്ടലുകളുമെല്ലാമുണ്ട്. മില്ലനിയം പാർക്ക് എന്ന ഉദ്യാനത്തിന്റെ സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത്. ഷിക്കാഗോയുടെ വാട്ടർ ഫ്രണ്ട് ഏരിയ നിരവധിയായ പാർക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. ഹെക്ടർ കണക്കിന് പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുന്ന ഉദ്യാനങ്ങൾ, വളർന്നു നിൽക്കുന്ന മരങ്ങൾ, സുന്ദരമായ പുൽമേടുകൾ, ധാരാളം ശില്പങ്ങൾ, ഫൗണ്ടനുകൾ. ഉദ്യാനത്തിലെ കൗതുകകരമായ ഒരു കാഴ്ചയിലേക്കാണ് നടന്നെത്തിയത്. വലിയ ടവറുകൾ പോലെ ഈ ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നത് ഫൗണ്ടനാണ്. സവിശേഷമായ ഫൗണ്ടൻ, ക്രൗൺ ഫൗണ്ടൻ എന്ന് ഇതറിയപ്പെടുന്നു. കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചതാണത്. സമ്മറിലെ ചൂട് ഇവിടുത്തുകാർക്ക് അസഹ്യമാണല്ലോ. ലൈറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്ന 2 ടവറുകളും വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു ചുവട്ടിൽ കുട്ടികൾ കളിച്ചു തിമിർക്കുന്നു. തണുത്ത വെള്ളമാണ് ടവറിൽ നിന്നും ചീറ്റുന്നത്. നിലത്തും തണുത്ത വെള്ളം തളം കെട്ടി നിൽപ്പുണ്ട്. ടവറിൽ നിന്നും വെള്ളം ചീറ്റുന്നതും കാത്തുനിൽക്കുന്നു ഒരു സംഘം കുട്ടികൾ. അമേരിക്കയുടെ വർണ്ണവൈവിധ്യം ഇതിലുണ്ട്. പ്രശസ്ത താരങ്ങളുടെ ചിത്രങ്ങളാണ് ടവറിൽ തെളിയുന്നത്. അവരുടെ ചുണ്ടിലൂടെയാണ് തണുത്ത വെള്ളം കുതിച്ചു ചാടുന്നത്. കുട്ടികൾക്ക് ഇതൊരു ആഘോഷമാണ്. അവർ വെള്ളത്തിൽ കുത്തിമറിയുന്നു. വലിയ LED സ്ക്രീനാണ് ടവറിലുള്ളത്. അതിലെ കഥാപാത്രങ്ങൾ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും. ഫൗണ്ടനുകളും നാട്ടുകാർക്ക് സായന്തനം ചെലവഴിക്കുന്നതിനുള്ള സൗകര്യങ്ങളുമെല്ലാം ഒരു അമേരിക്കൻ നഗരത്തിൽ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന കാഴ്ചയാണ് ഞാനിവിടെ കണ്ടു നിൽക്കുന്നത്. കുട്ടികൾ മാത്രമല്ല,
അവരോടൊപ്പം എത്തുന്ന മുതിർന്നവരും ഇവിടെ ജലകേളികൾക്കിറങ്ങുന്നുണ്ട്. നേരം ഇരുണ്ടുവരുന്നു. ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് എനിക്ക് ഇനിയും നടത്തം തുടരണം. ക്രൗൺ ഫൗണ്ടൻ അടുത്തുനിന്നും ഇനി ആഡം സ്ട്രീറ്റിലേക്ക് പോകണം. നേരം രാത്രി 8 മണിയാകാറായിരിക്കുന്നു. എങ്കിലും പകൽ വെളിച്ചം മാഞ്ഞിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. ദീർഘമായ വിമാനയാത്രയുടെയും ഷിക്കാഗോയുടെ തെരുവുകളിലൂടെയുള്ള നടത്തത്തിൻ്റെയും ക്ഷീണം. ഇത് മിഷിഗൺ അവന്യൂ ആണ്. പ്രൗഢമന്ദിരങ്ങൾ അതിരിടുന്ന സുന്ദരമായ അവന്യൂ. മിഷിഗൺ അവന്യൂവിൻ്റെ കാഴ്ചകളിൽ ഞാൻ സഞ്ചാരം തുടരുകയാണ്.